മാസങ്ങൾ നീണ്ട ഇലക്ഷൻ മാമാങ്കത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA ഗവൺമെന്റ് ബിസിനസ് സമൂഹത്തോട് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നതുകൊണ്ട് പൊതുവെ ബിസിനസ്സുകാർക്ക് NDA ഗവൺമെന്റ് വരുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. എന്നത് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷന് തൊട്ടു മുമ്പ് വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം ഇപ്പൊ NDA 350-ലധികം സീറ്റുകൾ നേടും. അതിൽ തന്നെ BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ NDA കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളെ കുറിച്ചാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ടോമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും മികച്ചത് നമ്മൾ പ്രതീക്ഷിക്കുക, പക്ഷെ മോശമായിട്ടുള്ളൊരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻ നമ്മൾ എടുക്കുക എന്നതാണ്. പൊതുവെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 90-95% ആളുകളും റിട്ടേൺസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ടാറ്റ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ അഭിനവ് ശർമ്മ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കണക്കുണ്ട്. അതായത് 2024 ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടായ നെറ്റ് ഇൻഫ്ലോയിൽ 80% ഫണ്ടും വന്നിരിക്കുന്നത് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കാറ്റഗറിയിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഫണ്ട് ഈ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കാറ്റഗറിയിലേക്ക് വരാൻ കാരണം? കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് ഈ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കാറ്റഗറിയിലാണ്. ഇവിടെയാണ് ഈ വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്: ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് ഇപ്പൊ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലേക്ക് ആൾക്കാർ തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു പ്രിക്കോഷൻ, അതായത് നമ്മൾ പേടിക്കേണ്ടത് ഈ ഒരു സമയത്താണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേൺസിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ മോശം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാൻ ഒരിക്കലും നമ്മൾ മറക്കരുത്. രണ്ടാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം എന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ മാർക്കറ്റ്, അതായത് ഇപ്പൊ NDA കഷ്ടിച്ച് ജയിക്കോളെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് വന്നു. ഏകദേശം ഒരു 6% മാർക്കറ്റ് ഇടിഞ്ഞു. എന്നാൽ ഈ 6% മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് ഈ ഗവൺമെന്റിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ കമ്പനികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദാനി, മാർക്കറ്റ് 6% ഇടിച്ചപ്പോഴും ഈ അദാനിയുടെ ഷെയറുകളെല്ലാം ഇടിഞ്ഞത് ഏകദേശം 20%-ലധികമായിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ NDA ഗവൺമെന്റിന് പകരം ഇപ്പോൾ ഇവിടെ UPA ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതിനു മുമ്പ് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തകർന്ന് തരിപ്പണമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പൊ NDA ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഈ പറഞ്ഞ അദാനി പോലെയുള്ള കമ്പനികളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ബൂമിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ഒരു പരിധി വിട്ടുള്ള പല സപ്പോർട്ടും ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നാളെ ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പറ്റിയാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഇപ്പൊ BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. ഇപ്പൊ പല പാർട്ടികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനികളെല്ലാം, അതായത് ഗവൺമെന്റ് അമിതമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന കമ്പനികളെല്ലാം തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് യൂണിയൻ ഇലക്ഷൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യമാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, എല്ലാ എഗ്ഗും കൂടി ഒരു ബാസ്ക്കറ്റിൽ ഇടരുതെന്ന്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. ഇപ്പൊ 100% ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. കാരണം റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഡെറ്റ് ഫണ്ടുകളിൽ
ഡെറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെന്റിൽ നമുക്ക് കുറച്ചൊരു പോർഷൻ നമ്മൾ വെക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അവിടെ റിട്ടേണിനേക്കാൾ ഉപരി നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോക്ക് ഒരു സേഫ്റ്റി നമുക്ക് ലഭിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഗോൾഡ് പോലെയുള്ള അസറ്റ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളിലേക്ക്, പിന്നെ റിയൽ എസ്റ്റേറ്റിൽ താങ്കൾക്ക് അത്രയ്ക്കും നല്ല രീതിയിൽ മികച്ച രീതിയിൽ നിക്ഷേപിക്കാൻ അറിയാമെങ്കിൽ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിലും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കാരണം വേറെ ഒന്നല്ല, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വേൾഡ് വൈഡ് ഇപ്പൊ ലോകത്തിൽ ഇപ്പൊ എന്തെങ്കിലും യുദ്ധമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് സാധാരണ രീതിയിൽ ഷെയർ മാർക്കറ്റ് എല്ലാം താഴേക്ക് വരും. പക്ഷെ ആ സമയത്ത് ഗോൾഡ് നേരെ മുകളിലേക്ക് കയറും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പോർട്ട്ഫോളിയോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഈ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിൽ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഫിസിക്കൽ ഗോൾഡ് മേടിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് പേപ്പർ ഗോൾഡ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞുള്ള കാറ്റഗറി ഫണ്ടുകളുണ്ട്. അപ്പൊ ഈ ഒരു കാറ്റഗറി ഫണ്ടുകളിൽ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഇക്വിറ്റി ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ നടക്കും, ഡെറ്റിലേക്ക്, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഗോൾഡ് പോലെയുള്ള കമ്മോഡിറ്റീസ്, ഈ തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ്. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത് പ്രതീക്ഷിക്കുക, പക്ഷെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥ മുന്നിൽ കണ്ട് അതിന് വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ എടുത്തു വെക്കുക എന്നതാണ്. രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം എന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യം. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു എലക്ഷൻ റിസൾട്ട് ഒരു നിക്ഷേപകന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ചിൻ ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.